ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫേസിലൊക്കെ നിറയെ ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ വൈറ്റ് ഹെഡ്സ് ഈ ഒരു നോസിൻ്റെ ഒരു ഭാഗത്ത്, അതുപോലെ നമ്മുടെ ഈ ഒരു മൗത്തിൻ്റെ ഒരു ഭാഗത്ത്, അതുപോലെ നെറ്റിയുടെ ഒരു ഭാഗത്ത്, അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്, വരുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരാനുള്ള റീസൺ എന്താണ്, അതുപോലെ ഇത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് റിമൂവ് ചെയ്യാൻ നോക്കാം. ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് വരുമ്പോൾ ഒന്നെങ്കിൽ പാർലറിൽ പോയിട്ടൊരു ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് ചെയ്യും. വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലെൻസിങ്ങും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഒന്ന് കെയർ ചെയ്യാനും ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഈ ക്ലെൻസിങ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിലും അതിന് ശേഷം ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കെയർ ചെയ്യുക. അപ്പം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാം. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് നമ്മുടെ ഫേസിൽ വരുന്നതെന്നാണ് മെയിനായിട്ട് പറയുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പാക്കും കൂടെ, ഫേഷ്യൽ പാക്കും കൂടെ നമുക്കിതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. പാക്ക് എന്ന് പറയുമ്പം അതിൽ ക്ലെൻസിങ് വരും, അതുപോലെ സ്ക്രബ് വരും, പിന്നെ എന്ത് ചെയ്യും, പാക്കും വരും. എന്തുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ ഇത്രയധികം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരുന്നതെന്ന്. അപ്പോൾ ബേസിക്കലി വരാൻ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ റീസൺസ് ആയിരിക്കും നമ്മുടെ ഫേസിൽ ഇത്രയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഷുഗർ കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ടായിട്ട് നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഈ ഓയിലി ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട്, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇതനുസരിച്ചിട്ട് നമ്മുടെ ഫേസിൽ എന്ത് ചെയ്യും, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ കാരണമാകും. ദെൻ അതിനുശേഷം നമ്മളുടെ ഈ ഓപ്പൺ പോർസിലൊക്കെ നമ്മളുടെ ഫേസിൽ ഈ ഓയിൽ പ്രൊഡക്ഷൻ, സെബം ഓയിൽ പ്രൊഡക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ ഈ ഓപ്പൺ പോർസിലൊക്കെ ഡിപ്പോസിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫേസിൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഹോർമോണൽ ഇഷ്യൂസ് വരുമ്പോഴും ഇങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അതിനുശേഷം ഈ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം, നമ്മൾ മേക്കപ്പ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെ ഒരുപാട് ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ ഫേസിൽ ഇങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇതൊക്കെയാണ് മെയിൻ റീസൺ എന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് ഡസ്റ്റും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ്, നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആയാലും മതി, ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിലും, ഇനി ഞാൻ പറയുന്ന പാക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരുന്ന അവിടെ സെൽഫ് കെയറും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതൊന്ന് സ്ഥിരം വരുന്നത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. കാരണം നമ്മൾ വീണ്ടും ഷുഗർ കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം ചിലപ്പോൾ നല്ല രീതിക്ക് ഫേസ് വാഷ് ചെയ്യില്ല. അങ്ങനത്തെ പല ഈ ഓപ്പൺ പോർട്സിലൊക്കെ ഓയിൽ നല്ല രീതിക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പാക്കിനോട് ഞാൻ പറയുന്ന കൂട്ടത്തിൽ ആ ഒരു സെൽഫ് കെയറും കൂടെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ ഓപ്പൺ പോർട്സ് അവിടെ തന്നെ വരാനുള്ള ചാൻസ് കുറയും. ഇത്രയാണ് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്കിനി പാക്കിലോട്ട് പോകാം. സോ എപ്പോഴും നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലെൻസിങ് ആണ്. അതായത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തതെല്ലാം റിമൂവ് ചെയ്ത് ഫേസ് നല്ല രീതിക്ക് ക്ലീൻ ആക്കുക. സോ അപ്പോൾ ഞാനിവിടെ ക്ലെൻസർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബൗളിൽ കുറച്ച് അലോവേറ ജെൽ, കുറച്ച് ഹണി യൂസ് ചെയ്യുക, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ നല്ല രീതിക്ക് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് ലൂസായി ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ വല്ലോ ഇങ്ങനെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കൂടുതൽ ഈ മൂക്കിൻ്റെ ഭാഗത്താണ് വൈറ്റ് ഹെഡ്സ് ഉള്ളത്. അപ്പോൾ അവിടെ ഞാൻ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നല്ല രീതിക്ക് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് ഈ മൂക്കിൻ്റെ ഒരു ഭാഗത്ത്, പിന്നെ താടിയുടെ ഒരു ഭാഗത്ത്. അപ്പോൾ ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അതിന് ശേഷം സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ സ്ക്രബ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രബ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യുക. അപ്പം ഞാനിവിടെ സ്റ്റീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, സ്ക്രബിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് നിങ്ങളുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ ഹെൽപ്പ് ചെയ്യും. തന്നെ അതിലോട്ട് നമ്മൾ ഈ സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ ഈ പോഴ്സൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവാൻ. ഓക്കെ. ഇനി സ്റ്റീം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടവൽ എടുത്തിട്ട് ചൂടുവെള്ളം മുക്കി ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്താലും മതി. പക്ഷെ നല്ല സ്റ്റീം ചെയ്യുന്നത് തന്നെയാണ്. ഞാനൊരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞതാണ്. സോ ഇനി നമുക്ക് ഈ സ്ക്രബ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ അടിയിൽ മാക്സിമം അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കണ്ണിൻ്റെ അടി നല്ല സെൻസിറ്റീവാണ്. നമ്മളങ്ങനെ സ്ക്രബും കാര്യങ്ങളൊന്നും അവിടെ അപ്ലൈ ചെയ്യരുത്. അപ്പം ഞാനിവിടെ ബാക്കി എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അത്യാവശ്യം ഈ താടിയിലൂടെ, അതുപോലെ മൂക്കിൻ്റെ അവിടെ, ഈ ഫോർഹെഡിലൂടെ ഒക്കെ ചെറിയ രീതിക്കുണ്ട്. അതിനുശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൂടുതൽ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെയാണ് സ്ക്രബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഫി പൗഡറും യൂസ് ചെയ്യാം കേട്ടോ. ടീക്ക് പകരം കോഫി പൗഡർ ആയാലും നല്ലൊരു സ്ക്രബാണ്. എന്തെങ്കിലും ഒരു തരിതരിയുള്ള ഐറ്റം യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും സ്ക്രബ് യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. അതുകൊണ്ടാണ് ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിച്ചത്. രണ്ടും നല്ല റിസൾട്ട് തരുന്ന സ്ക്രബാണ് കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്ത് നിങ്ങൾ സ്ക്രബ് ചെയ്യരുത്, അത് ഫേസിന് പ്രശ്നമാണ്. സോ പതുക്കെ. ഓക്കെ. അപ്പം ഞാനിവിടെ അത്യാവശ്യം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. തന്നെ ഇതിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തത് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? ഇനി നമുക്ക് പാക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അരിപ്പൊടി, തേയില, കേട്, ഇത്രയാണ്. അപ്പോൾ ഞാൻ കേട് എടുക്കാൻ കാരണം എൻ്റെ നല്ല രീതിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ്. അപ്പം കേടോ പാലോ യൂസ് ചെയ്യാം. ഓയിലി സ്കിൻകാരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് വെള്ളം, റോസ് വാട്ടർ ഇതൊക്കെയാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാനങ്ങനെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം ഡ്രൈ ആവാൻ വെക്കാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം.
ഗൈസ്, അപ്പം ഞാനിവിടെ ഇത് ഒന്നും കൂടെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാന്ന് വെച്ചു. എന്തെങ്കിലും ഇനിയും വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഉണ്ടെങ്കിൽ പോവാൻ ഇതും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ പാക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതലും ഞാൻ ആ മൂക്കിൻ്റെ ആ ഭാഗത്തും അതുപോലെ മൗത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഗൈസ്, ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയല്ല ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു പാക്ക് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇത്രയും ഇത് ചെയ്തതിൻ്റെ ഒരു യൂസ് ഇല്ലാതായി പോവും. വീണ്ടും വീണ്ടും അവിടെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരും. സോ നമ്മളെപ്പോഴും ഇങ്ങനത്തെ പാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെയ്യേണ്ട സെൽഫ് കെയർ ആണ്. അതായത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരുപാട് ഓപ്പൺ പോഴ്സ് ഉള്ളവരാണെങ്കിൽ ഒരു ടോണറും കൂടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു ടോണർ. ഇത് ഓപ്പൺ പോഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്. സോ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പം ഇത് രണ്ടും ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതാണ്. ഡോട്ടാനിയുടെ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. ഞാനൊരു കാര്യം എടുത്തു പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഓപ്പൺ പോഴ്സിലൊക്കെ നമ്മളുടെ ഈ ഒരു ഓയിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ആദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അതിൻ്റെ കൂടെ ഈ ഒരു പാക്കും പിന്നെ ഈ ഒരു കെയറും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.